ഞാൻ ഐഷ. കലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ഷർഗിൽ കലാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അസാധാരണവും ധീരവുമായ നിലപാട് സ്വീകരിച്ച അപൂർവ പ്രതിഭയായിരുന്നു ചിത്രകാരി അമൃത ഷർഗിൽ. ഭാരതീയ കലാകാരരെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നും മോചനം നേടാനും ഭാരതീയമായ സത്വം ഉൾക്കൊണ്ട് വരയ്ക്കുവാനും ഉത്ബോധനം ചെയ്ത കലാകാരിയായിരുന്നു അമൃത. പിതാവ് ഉമ്രോ സിംഗ് ഷർഗിൽ അമൃതസറിനടുത്തുള്ള ഒരു യാഥാസ്ഥിക സിഖ് കുടുംബത്തിലെ അംഗമായിരുന്നു. തത്വചിന്തകനും ബഹുമുഖ പ്രതിഭയുമായിരുന്നു അദ്ദേഹം. അമ്മ ഹംഗറിക്കാരിയായിരുന്ന മേരി ആൻ്റോണിറ്റെ ഹംഗറിയിലെ സാംസ്കാരികമായി ഉയർന്ന കുടുംബത്തിലെ അംഗവും പാട്ടുകാരിയുമായിരുന്നു. പാശ്ചാത്യ സംസ്കാരം അവരെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഒരു വയസ്സിന് ഇളയ ഒരു അനിയത്തി കൂടി ഉണ്ടായിരുന്നു അവർക്ക്, ഇന്ദിര ഷർഗിൽ. പിന്നീട് ഇന്ദിര അറിയപ്പെടുന്ന വയലിനിസ്റ്റായി മാറി. ലോകമെങ്ങും അനിശ്ചിതത്വം തങ്ങി നിന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവർ ഹംഗറിയിലായിരുന്നു താമസിച്ചിരുന്നത്. യുദ്ധാനന്തരം ഷർഗിൽ കുടുംബം ഭാരതത്തിലേക്ക് തിരിച്ചു. 5 വയസ്സായപ്പോഴേക്കും അമൃത വാട്ടർ കളറിൽ പെയിൻറ്റിങ്ങുകൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അമ്മ പറഞ്ഞുകൊടുത്ത ഹംഗേറിയൻ കഥകളായിരുന്നു ചിത്ര വിഷയമായി തിരഞ്ഞെടുത്തത്. 8 വയസ്സായപ്പോൾ അമൃതയും ഇന്ദിരയും വയലിൻ പഠിക്കാൻ തുടങ്ങി. അമൃതയ്ക്ക് ചിത്രകല പഠിപ്പിക്കാനായി ഒരു അധ്യാപകനെയും അമ്മ കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ അധ്യാപകൻ്റെ രീതികൾ അമൃതയിൽ മടുപ്പുളവാക്കുന്നതായിരുന്നു. പിന്നീട് ബെഗൻ പാറ്റ്മാൻ എന്ന ചിത്രകാരൻ്റെ കീഴിൽ ചിത്രകല പരിശീലനം നേടി. ഇത് അമൃത വളരെ ആസ്വദിച്ച് പഠിക്കുകയായിരുന്നു. ഇറ്റലിക്കാരനായ ഒരു ശില്പിയെ അമ്മ അമൃതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് അമൃതയുടെ രചനയെ ഏറെ മെച്ചപ്പെടുത്തി. ശില്പി ഫ്ലോറൻസിലേക്ക് തിരിച്ചു പോയപ്പോൾ അമ്മ മേരി ആൻ്റോണിറ്റെ തൻ്റെ സുഹൃത്തു കൂടിയായ ശില്പിയോടൊപ്പം അമൃതയുടെ പഠനം തുടരുന്നതിനായി യാത്ര തിരിച്ചു. മക്കളെയും ഒന്നിച്ച് യാത്ര തിരിച്ചു. നവോത്ഥാന കലകളെ മനസ്സിലാക്കുവാനും ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാനും ഇത് അമൃതയ്ക്ക് ഏറെ സഹായകരമായി. പിന്നീട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തിയ അവർ അമൃതയെ സിംലയിലെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ ചേർത്തു. എന്നാൽ അവിടുത്തെ പഠനം രീതികളൊന്നും തന്നെ അമൃതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പഠനം ഉപേക്ഷിച്ച് പിന്നീട് ചിത്രകലയിലും പിയാനോയിലും വായനയുടെയും ലോകത്തിലായിരുന്നു അമൃത. പുസ്തകങ്ങളായിരുന്നു അമൃതയുടെ കൂട്ടുകാർ. ഡയറി എഴുതുന്ന സ്വഭാവം അമൃതയ്ക്കുണ്ടായിരുന്നു. തൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് അവരതിൽ വിവരിച്ചെഴുതുമായിരുന്നു. ഹംഗറിയിൽ നിന്നും അമ്മാവൻ എർവിൻ ഭാരതത്തിൽ എത്തിയ ശേഷം അവരുടെ രചനാരീതിയിൽ കാതലായ മാറ്റം സംഭവിച്ചു. മോഡലുകളെ വെച്ച് രചന നടത്താൻ അമ്മാവൻ അവരെ ഉപദേശിച്ചു. തൻ്റെ ചിത്രകലയിലെ മികവിന് താൻ അമ്മാവനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അവരെപ്പോഴും പറയുമായിരുന്നു. കാരണം താൻ മോഡലാക്കിയവരുടെ മുഖങ്ങൾ തൻ്റെ കഥാപാത്രങ്ങളായി തന്നോടൊപ്പം എന്നും സഞ്ചരിച്ചിരുന്നു. ചിത്രകലയിൽ അമൃതയ്ക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അമ്മ മേരി ആൻ്റോണിറ്റെ മക്കളെയും കൂട്ടി യൂറോപ്പിലെ തലസ്ഥാന സാംസ്കാരിക നഗരമായ പാരീസിലേക്ക് യാത്ര തിരിച്ചു. അവിടെ താമസമാക്കിയ അവർ ഏതാനും മാസം കൊണ്ട് അമൃത ഫ്രഞ്ച് സംസാരിക്കുകയും പാരീസ് സംസ്കാരത്തിൻ്റെ ഭാഗമായി അലിഞ്ഞു ചേരുകയും ചെയ്തു. അവിടുത്തെ കലാകാര കൂട്ടായ്മയിൽ സജീവ സാന്നിധ്യമായി മാറിയ അമൃത പുതിയ കലാദർശനങ്ങളിലും കലാ ചർച്ചകളിലും ഭാഗമായി. പാശ്ചാത്യ സൗന്ദര്യവും ബുദ്ധിയും ആത്മവിശ്വാസവും അവരെ ഏറെ എവിടെയും ശ്രദ്ധാകേന്ദ്രമാക്കി. 100-ൽ പരം സ്ത്രീ പുരുഷന്മാരുടെ ചിത്രങ്ങൾ ന്യൂഡ് സ്റ്റഡിയുടെ ഭാഗമായി അവർ രചിച്ചു. ഓയിൽ പെയിൻറ്റിങ്ങിലേക്ക് തിരിഞ്ഞതും ഇക്കാലത്തായിരുന്നു. അവിടെ അവർ പിയാനോയിലും വിദഗ്ധ പരിശീലനം നേടുന്നുണ്ടായിരുന്നു. അമൃത പൂർണ്ണമായും കലാലോകത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത്, ഒഴുകിപ്പോകുന്നത് മനസ്സിലാക്കിയ അമ്മ മേരി ആൻ്റോണിറ്റെ അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും വിവാഹം കഴിപ്പിക്കുവാനുമായി തീരുമാനിച്ചു. എന്നാൽ അമൃതയ്ക്ക് തനിക്ക് യോജിച്ച ഒരു ബന്ധം കണ്ടെത്താനായില്ല. ഹംഗേറിയൻ കവി ആഡി അമൃതയെ ഏറെ സ്വാധീനിച്ചു. ഹംഗേറിയൻ എഴുത്തുകാരായ ദോസ്തോവ്സ്കി, ബോദലെയാർ, ലോറൻസ് തുടങ്ങിയവരുടെ രചനകളും അമൃതയിൽ ഏറെ സ്വാധീനം ചെലുത്തി. സാഹിത്യവുമായുള്ള അഗാധ ബന്ധം കഥാപാത്രങ്ങളുമായി എളുപ്പത്തിൽ താതാത്മ്യം പ്രാപിക്കുവാനും
വിശകലനം ചെയ്യുവാനും അമൃതയെ പ്രാപ്തയാക്കി. പിന്നീട് അവർ ഭാരതത്തിലേക്ക് തിരിച്ചു വരുവാൻ തീരുമാനിക്കുകയും ഭാരതത്തിലെത്തിയ അവർ ചിത്രകലയിലുള്ള തൻ്റെ സാന്നിധ്യവും നിലപാടും വ്യക്തമാക്കി. അമൃതയുടെ രചനകളെ മനസ്സിലാക്കുവാൻ തുനിഞ്ഞ വ്യക്തിയായിരുന്നു കലാനിരൂപകൻ കൂടിയായ ഖണ്ഡാലവാല. അദ്ദേഹത്തിൻ്റെ ചിത്രശേഖരത്തിൽ നിന്നും അവർ കൂടുതൽ മനസ്സിലാക്കി. അജന്ത, എല്ലോറ ഗുഹകൾ സന്ദർശിച്ച അമൃത നവോത്ഥാന സൃഷ്ടികളെക്കാൾ മഹത്തരമാണ് അവയെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്തു. ഹംഗറിയിലെ തൻ്റെ ബന്ധു കൂടിയായ ഡോക്ടർ വിക്ടറിനെ വിവാഹം കഴിക്കുകയും ഹംഗറിയിൽ താമസിച്ച് ധാരാളം ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന വഴി മധുരയും മഹാബലിപുരവും അവർ സന്ദർശിച്ചു. ഇത് അവരുടെ രചനയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. ഇക്കാലത്ത് അവർ വിഷയമാക്കിയിരുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ വ്യഥയും ആകുലതകളുമായിരുന്നു. ഇന്ത്യയിൽ ലാഹോറിൽ താമസിച്ച അവർ 1941 ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. കലാലോകത്തിനായി അത്യപൂർവ രചനകൾ ബാക്കി വെച്ചുകൊണ്ട് മടങ്ങിയ അവർ തൻ്റെ സെൽഫ് പോർട്രേറ്റുകളിലൂടെ തന്നെ എന്നേക്കുമായി വരച്ചിട്ടിരുന്നു.